ഇന്നലെ ഉണ്ടല്ലോ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയ സമയത്ത് വെള്ളക്ക് പകരം ഒരു മഞ്ഞ കവർ കിട്ടി. അപ്പോൾ ഞാൻ വെച്ചു മഞ്ഞ കവർ കിട്ടി, അപ്പം ഇതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. നമ്മളെ കൈമ കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ, വെറുതെ അങ്ങനെ വേസ്റ്റ് ചെയ്യണ്ട. ഇതേപോലെ നമ്മൾ പണ്ട് വിശറി ആക്കുന്ന പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവർ മേക്കിൻ്റെ കമ്പി ഉപയോഗിച്ച് ഇതേപോലെ കെട്ടിക്കൊടുത്തു. ഇനി നമുക്ക് ഗ്രീൻ ടാപ്പ് വേണം. എന്തിനാണ് ഗ്രീൻ ടാപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പച്ച എഫക്റ്റ് കിട്ടണ്ടേ ഫ്ലവറിന്, അതിനുവേണ്ടി ഗ്രീൻ ടാപ്പ് വേണം. അത് ഇതേപോലെ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ടാപ്പ് വേണമെന്നില്ല, നമ്മൾ ഈ ഇതിൻ്റെ തണ്ടാക്കുന്നത് നമ്മൾ ഒരു ഗ്രീൻ കളർ പേപ്പറാണെങ്കിൽ അതായാലും മതി. എന്താ ഫ്ലവറിനെ എല്ലാം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. മുട്ടയാണ് വേണ്ടിയിട്ട് ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്ലവർ എല്ലാം റെഡി. ഇനി ഇതിനെല്ലാം നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ. നമുക്ക് ഇഷ്ടമുള്ളത് ഏത് രീതിയിലെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. കണ്ടില്ലേ, ഒരു നോർമലായിട്ടുള്ളൊരു പ്ലാസ്റ്റിക് കവറുകൊണ്ട് നമുക്ക് ഇത്ര ഭംഗിയായ ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.